ഫുൾ കരച്ചിൽ, സെക്കൻഡ് ഹാഫ് പ്രേക്ഷകർ ഭയങ്കര ഫസ്റ്റ് സിനിമയല്ലേ, അപ്പോൾ തീർച്ചയായും നമ്മുടെ സ്വപ്നമല്ലേ, അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു. പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്ന ഒരു ഇമോഷൻസ് വർക്കായോ എന്നുള്ളൊരു നമുക്ക് ഇതുണ്ടല്ലോ. പ്രേക്ഷകർ അറിയില്ല, അവരോട് ചോദിക്കൂ, അവർ പറയട്ടെ. ത്രില്ലറാണ്, പക്ഷെ ഭയങ്കര ഇമോഷൻസും ഉള്ള സാധനമാണ്. ഇമോഷൻസ് വർക്കായെന്ന് വിശ്വസിക്കുന്നു, അറിയില്ല. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുള്ളിയുടെ ഒരു ഫാൻ ബോയ് ആണ്, അപ്പോൾ പുള്ളിയെ വെച്ച് ഒരു പടം അങ്ങനെ ചെയ്യാൻ ഭയങ്കര സന്തോഷം. ഇപ്പോൾ അമ്മ പടം കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അമ്മ എന്ന് വെച്ചാൽ മകൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തി. അപ്പോൾ 28 വർഷങ്ങൾക്ക് ശേഷമാണ് അച്ഛൻ പോയതിന് ശേഷം ഇപ്പോഴാണ് സിനിമ കാണാൻ വരുന്നത്. ആ സന്തോഷം എത്രത്തോളം. എൻ്റെ ഏറ്റവും ഞാൻ ഈ സിനിമ ചെയ്തതിനൊരു കാരണം എൻ്റെ അമ്മയെ തിയേറ്ററിലേക്ക് കയറ്റാനായിരുന്നു. അത് ഞാൻ ചെയ്തു. അതെനിക്ക് ഭയങ്കര ഇമോഷണലാണ്. ഇതെൻ്റെ മോളാണ്. അല്ലല്ല, ചെറിയ ഇമോഷണൽ. ഭയങ്കര സന്തോഷം. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ സന്തോഷം. ഈ കണ്ണൂരിൽ നിന്ന് കൊച്ചിയിൽ വന്നൊരു സിനിമ ചെയ്യുമ്പോൾ അതിനൊരു എഫോർട്ട് ഉണ്ട്, സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ ഒരു എഫോർട്ട് ഉണ്ടല്ലോ. ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സന്തോഷം. ലാസ്റ്റ് ഫുൾ കരച്ചിൽ, സെക്കൻഡ് ഹാഫ് ഞാൻ ഈ പുള്ളിനെ ആദ്യമായിട്ട് കാണുമോ. ഞാൻ ഈ പടം കാണാൻ വന്ന ആളല്ല, ഞാൻ കളങ്കാവിൽ കാണാൻ വന്ന ആളാണ്. ടിക്കറ്റ് കിട്ടാണ്ടെന്നപ്പോൾ നിങ്ങളുടെ ക്രൂവിൽ ഒരാളോട് ഞാൻ ടിക്കറ്റ് ചോദിച്ചാൽ നിങ്ങൾ കുറച്ച് പേർക്ക് ടിക്കറ്റ് കൊടുക്കുന്നേ കണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പുതിയ ടീമാണ്, നല്ല ടീമാണെന്ന് തോന്നി. ഞാനൊരു ആർട്ടിസ്റ്റാണ്, നാടകക്കാരനാണ്, ഒറ്റയ്ക്ക് നാടകമൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് കണ്ടൊരു പടമാണ്, പക്ഷെ അടിപൊളി. വളരെ ആദ്യാവസാനം സസ്പെൻസ് നിലനിർത്തി ഒരു പുതിയ ആളുടെ പടമെന്ന് ഒരിക്കലും തോന്നാതെ വരും. നന്നായിട്ട് വിജയിക്കട്ടെ, എല്ലാവിധ ആശംസകളും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, സന്തോഷമായി എനിക്ക്. കാരണം ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, ഇത് തുടങ്ങിയിട്ട് പൈസ കളയുള്ളൂ, എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ഞാൻ എൻ്റെ മോനെ ഇഷ്ടപ്പെടുന്നു. 28 വർഷമായിട്ട് സിനിമ കാണുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത സിനിമയാണെന്ന് പറഞ്ഞത്. സന്തോഷം. അയ്യോ, ഞാൻ കാര്യം ഇപ്പോൾ കൊച്ചിയിൽ സിനിമയ്ക്ക് വേണ്ടി കുറേ നാൾ കാത്തിരുന്നു, കൊച്ചിയിൽ തന്നെ നടന്നു. അതിനൊന്ന് സിനിമ വന്നു, ഇപ്പോൾ ഇന്ദ്രേട്ടനെ വെച്ച് അഭിനയിച്ചു, ഹിറ്റായി. കരച്ചിൽ അല്ല, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഹിറ്റൊക്കെ പ്രേക്ഷകരല്ലേ. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ സന്തോഷം. ഇനിയും കൂടുതൽ ആളുകൾ ഇത് കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ സിനിമ വിജയിക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ സിനിമ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മൾ അടുത്ത സുഹൃത്തുക്കളോട് പറയണം, കാണാൻ പറയണം. കണ്ടിട്ട് അവർ തീരുമാനിക്കട്ടെ ഇത് വിജയമാണോ എന്താണെന്ന്. ഇന്ന് ഒരുപാട് സിനിമകൾ റിലീസ് ഉണ്ട്. അതെ, ഉണ്ട്. സ്വാഭാവിക ടെൻഷനല്ല. ഇപ്പം എല്ലാ സിനിമകളും കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ സിനിമക്കും അതിനൊരു സ്പേസ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം ഏത് സിനിമ ഇറങ്ങിയാലും ആ സിനിമ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കും. സോ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. താങ്ക് യു. എൻ്റെ മോനാണ് ഡയറക്ടർ. നന്നായിട്ടുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 28 വർഷമായി. അന്ന് ഞാൻ സിനിമ നിർത്തിയതാ, ഞാൻ വീണ്ടും കാണുന്നതായിരുന്നു എൻ്റെ മോൻ്റെ സിനിമ. ഓ, നല്ല സന്തോഷം. ഒരുപാട് നല്ല ഒരു അവൻ്റെ അത്രയും കഷ്ടപ്പാടാണ്, അതിൻ്റെ ഒരു ഫലം കിട്ടിയെന്ന് വിചാരിക്കും. സിനിമ അതിനെപ്പറ്റി എനിക്ക് എൻ്റെ അച്ഛനും സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഒരൊറ്റ സിനിമ പോലും എന്നെ കാണാൻ വിടാനില്ല. മാറിയ സിനിമ എല്ലാം കാണിച്ചു തരുന്ന ഒരു മനുഷ്യനായിരുന്നു. പിന്നെ അവർ പോയതിന് ശേഷം പിന്നെ ഞാൻ സിനിമ നിർത്തി. ഇന്ന് പിന്നെ എൻ്റെ മോൻ്റെ സിനിമ സന്തോഷം കൊണ്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഒരു ഇങ്ങനത്തെ ഈ സിനിമ ഫീൽഡൊന്നും അവൻ പഠിച്ചതല്ല, അവൻ്റെ ഫീൽഡേ അല്ല. അപ്പോൾ ഇതിന് പോയിട്ട് നിൻ്റെ മോൻ പൈസ കളയോ അങ്ങനെയെല്ലാം കുറേ ആൾ പറഞ്ഞിട്ടുണ്ട്. എന്താകുന്നു. പക്ഷെ അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോ എങ്ങനെയെങ്കിലും ഒന്ന് നന്നായി. നല്ലതന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ. സന്തോഷമായി.
അമ്മയാണ്. സന്തോഷം. ശരി.